അങ്ങാണ് എന്നെ ബോധപൂർവ്വം തേജോധം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങയുടെ മാസ്റ്റർ ഓപ്പറേഷൻ ആയിരുന്നു ഈ നടന്നത് മുഴുവൻ. ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന യുവജന സംഘടനയ്ക്ക് കഴിഞ്ഞ 7 വർഷക്കാലമായി ആകെ ചെയ്യുന്ന പണി എന്ന് പറയുന്ന പൊതുച്ചോറാണ്. ആ വിതരണത്തിന് പിന്നിലൂടെ നടക്കുന്ന അനാശാസ്യ നിയമവിരുദ്ധ ഏർപ്പാടുകളെ പറ്റി ഈ വേദിയിൽ ഒന്നും ഞാൻ പറയുന്നില്ല. കാര്യം കൂടി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ വന്ന് അത് തെളിവ് സഹിതം ശരിയെന്ന് തെളിയിക്കട്ടെ. ഇല്ലെങ്കിൽ നമ്മൾ ഇത് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഓക്കെ, രാഹുൽ മാങ്കൂട്ടം അങ്ങ് ഏറി കയറിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ, ഏകദേശം 9 ആളുകളുടെ പരാതി വന്നു. പരാതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടിട്ടല്ല കേട്ടോ, ഓരോ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ പറയുന്നതാണ്. അതിനിടയിൽ ഒരു ട്രാൻസ് വുമണും കൂടി വന്നിട്ടുണ്ട്. ബലാത്സംഗം ചെയ്യുന്ന രീതിയിൽ തനിക്ക് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്നതൊക്കെ ആയിട്ടാണ് കേൾക്കുന്നത്. രാഹുൽ ഈശ്വർ കൃത്യമായിട്ടുള്ള ഒരു കാര്യം പറയുന്നു: തെളിവുകൾ എവിടെ? തെളിവുകൾ കൊണ്ടുവരട്ടെ. തെളിവുകൾ കൊണ്ടുവരാതെ നമ്മൾ എന്തിന് ക്രൂശിക്കുന്നു എന്നുള്ളത്. കൂടാതെ തന്നെ ഉദാഹരണമായിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. നടൻ മുകേഷ്, MLA മുകേഷിനെതിരെ ശക്തമായിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ വന്നപ്പോ നടനും അതേപോലെ തന്നെ MP യുമായിട്ടുള്ള സുരേഷ് ഗോപി പറഞ്ഞൊരു വാക്കുണ്ട്: ഇങ്ങനെ ആരോപണ വിധേയനായി